ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം. വോട്ടർ പട്ടിക പുതുക്കലിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റിലെ പ്രതിഷേധം. ഇപ്പോൾ പാർലമെന്റ് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ കക്ഷികൾ നൽകിയ ഹർജികളിൽ ഈ വോട്ടർ പട്ടിക പുതുക്കൽ തടയണമെന്ന ആവശ്യം നിരാകരിക്കപ്പെടുകയായിരുന്നു. പുതുക്കലിന് ശേഷം കരട് തയ്യാറാകട്ടെ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമല്ലോ എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം എങ്ങനെയാണ് ഉയർത്തുന്നത്? ഇപ്പോൾ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. പാർലമെന്റിനകത്തും പ്രതിഷേധമുണ്ടായിരുന്നു. രതീഷ്, പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധം തന്നെയാണ്. ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് സ്പീക്കർക്കും അതുപോലെ തന്നെ രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാനും ഉള്ളത്. അതിനു പിന്നാലെ രണ്ട് സഭകളും പിരിഞ്ഞു. ഈ ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ ആ പ്രതിഷേധത്തിൽ മുങ്ങി തന്നെയാണ് ഇരു സഭകളും പിരിഞ്ഞത്. പക്ഷേ ഏറ്റവും പ്രധാനം, ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഈ കരട് വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും 11 മണിക്ക് തന്നെ നൽകി കഴിഞ്ഞിട്ട് 3 മണിക്ക് വെബ്സൈറ്റിലും ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. പിന്നെ ഒരു മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതായത് യോഗ്യരായിട്ടുള്ള വോട്ടർമാരുടെ പേര് ചേർക്കാനും അയോഗ്യരായിട്ടുള്ള വോട്ടർമാരുടെ പേര് മറ്റുള്ളവർക്ക് പരാതി നൽകിയാൽ അത് വോട്ടർ പട്ടികയിൽ നിന്നും എടുത്തു കളയാനുമുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ നൽകാനുള്ള സമയമാണ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ഒരു മാസ കാലയളവ്. അങ്ങനെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലേക്കും മണിക്കൂറുകളിലേക്കുമാണ് ഇന്ന് വൈകിട്ടോടുകൂടി കടക്കാൻ പോകുന്നത്. പക്ഷേ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും കാഴ്ചവെക്കുന്നത്. ഈ വിഷയത്തിൽ പാർലമെന്റിനകത്ത് ഒരു പ്രത്യേക ചർച്ച വേണമെന്നുള്ള കാര്യം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നൽകുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ചർച്ച ചെയ്യാനാകില്ല, കോടതിയുടെ പരിഗണനയിൽ എന്ന നിലപാടാണ് സർക്കാരിന് സഭയിൽ ഉണ്ടായിരുന്നത്. ചെയറിന് സഭകളിൽ ഇരു സഭകളിലും ഉണ്ടായിരുന്നതെന്നാണ് അർജുൻ നൽകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1 മാസത്തിനുള്ളിൽ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് കടക്കേണ്ടതുണ്ട്. ബോധപൂർവം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിഷ്കരണം എന്തായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വമുള്ള ആരോപണം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തിയതും. അർജുനാണ് ആ വിവരങ്ങൾ നൽകിയത്.